എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പഠിതാക്കളെ നമസ്കാരം. നിങ്ങളെല്ലാവരെയും എൻ്റെ 66ാമത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഞാൻ ഹാർദവമായി ഊഷ്മളമായി സസന്തോഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്ക് സങ്കീർണ വാക്യങ്ങളെക്കുറിച്ചുള്ള പഠനം തുടരാം. ഈ സങ്കീർണ വാക്യങ്ങൾ എന്നുള്ള പേര് പോലെ തന്നെ വളരെ സങ്കീർണമാണ് അത് മനസ്സിലാക്കിയെടുക്കുക, അതുപോലെ തന്നെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത്. മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം എന്ന് പറഞ്ഞ പോലെ പതുക്കെ 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 നമുക്ക് അതിൻ്റെ സങ്കീർണതയെ തരണം ചെയ്യാനേ കഴിയൂ. അപ്പോൾ കുറേശ്ശെ മുന്നേറാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന് തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അതിനു മുമ്പായി ഏതൊരു കാര്യം തുടങ്ങും മുമ്പ് ഒരു ഈശ്വരാധീനം വേണമെന്ന് പറയും, എങ്കിലത് സക്സസ് ആവുള്ളൂ. ഞാൻ വളരെ ആരാധിക്കുന്നതിനും ഗുരുതുല്യനായി കണക്കാക്കുന്ന ഒരു മഹാജ്ഞാനിയാണ് ശ്രീ KV ദയാൽ എന്ന പ്രകൃതി കൃഷി ശാസ്ത്രജ്ഞൻ. അതുപോലെ പ്രകൃതി ചികിത്സനും കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം ഞങ്ങളോട് പറയാറുണ്ട്, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഈശ്വരകൃപ അല്ലെങ്കിൽ ഈശ്വരാധീനം വേണം, എന്തായാലും സക്സസ് ആവുള്ളൂ. അത് ആ ശിരസ വഹിച്ചുകൊണ്ട് നമുക്ക് ഒരു ഈശ്വര പ്രാർത്ഥന ചൊല്ലാം. അദ്ദേഹം തന്നെ എഴുതിയിട്ടുള്ളതാണ്, ഏതു മതസ്ഥർക്കും പാടാവുന്നതാണ്. ഓരോ മതസ്ഥരും അവരവരുടെ ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന കേൾക്കുക. ഓക്കെ. സ്നേഹസ്വരൂപൻ ജ്യോതിയായി വിശ്വം വിളങ്ങിടുന്നു. മണ്ണിലും പിന്നിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി വാണിടുന്നു. കരുണാമയനാം സ്നേഹസ്വരൂപൻ ജ്യോതിയായി വിശ്വം തിളങ്ങിടുന്നു. മണ്ണിലും പിന്നിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി വാണിടുന്നു. നാദവും താളവും മേളവുമായി എന്നെ നേരായ പാതയിൽ ആക്കേണമേ. ജ്ഞാനവും ബോധവും എന്നിലുണരുവാൻ ആനന്ദവും തീരണമേ. കാണാനും കേൾക്കാനും അറിയാനുമായി എന്നെ പാകപ്പെടുത്തണേ. പരമ്പൊരുളേ, സത്യവും ധർമ്മവും നീതിയും പാലിക്കാൻ എന്നുമെനിക്ക് കരുത്തേകണേ. സമ്പത്തും സമയവും പങ്കുവച്ചിടുവാൻ എന്നുമെനിക്ക് തുണയാകണേ. ധർമ്മങ്ങളാകുവാൻ നന്മയിലേക്കുവാൻ തോന്നണമേ. ഈ ധന്യഭൂമിയെ പൂജാരിയായി എന്നെ തീർക്കുവാൻ കനിയണമേ. ഭൂലോകമാകെ പുരാഭൂഷണമാക്കുവാൻ പ്രതിനിധിയായി എന്നെ മാനിക്കണേ. കരുണാമയനാം സ്നേഹസ്വരൂപൻ ജ്യോതിയായി വിശ്വം തിളങ്ങിടുന്നു. മണ്ണിലും വെണ്ണിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി വാണിടുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് മടങ്ങാം.
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയിടത്തു നിന്ന് നമുക്ക് മുന്നോട്ട് പോകാം. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സങ്കീർണ വാചകങ്ങൾ എഴുതുന്നതിനെ കുറിച്ചാണ് പഠിച്ചു വന്നത്. അപ്പോൾ ആ വാചകങ്ങൾ തന്നെ പഠിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമുണ്ടായിരിക്കും. ഒന്നാമത് അത് ബോർഡിൽ കടുപ്പുണ്ട്, രണ്ടാമത് അതിൻ്റെ തുടർച്ചയാകുമ്പോൾ നമുക്ക് ഒന്നും കൂടി എളുപ്പമുണ്ടായിരിക്കും, ഓർമ്മയിലുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ആ വരികൾ, ആ വാചകങ്ങൾ വെച്ച് തന്നെ നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം പഠിച്ചു. ഒരു നൗണും അതിൻ്റെ വിശേഷണവാചകവും കൂടി ചേർന്ന് എന്തായിട്ട് തീരും? അത് നൗൺ ഫ്രേസായി തീരും. ഒറ്റ വാക്കിന് തുല്യമായിരിക്കത്. ഒരു നൗണിനെ പോലെ ഒരു ഒറ്റ വാക്കായി അതിനെ കണക്കാക്കണം എന്ന് പറഞ്ഞു അല്ലേ? നിങ്ങൾ ഓർക്കുന്നില്ലേ? അപ്പോൾ ഇതിന് ഒരു ഉപമ പറഞ്ഞാൽ, ഒരു ഇത്തരം ഒരു നൗൺ ഫ്രേസിന് എന്ന് വെച്ചാൽ ഒരു വിശേഷണവാചകത്താൽ വിശേഷിക്കപ്പെട്ടിട്ടുള്ള ഒരു നൗണും ആ വിശേഷണവാചകം ഉൾപ്പെടെയുള്ള ആ ബ്ലോക്കിനെ ഏതിനോട് ഉപമിക്കാമെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും ഒരു ഉപമ പറയുക? ഞാൻ ഒരെണ്ണം പറയാം. എനിക്ക് തോന്നിയിട്ടുള്ള ഉപമ, നൗൺ ഒരു സ്ത്രീയായി കരുതുകയാണെങ്കിൽ അതിൻ്റെ അല്ലെങ്കിൽ ഉടയാട അല്ലെങ്കിൽ തുടിയായിട്ട് കരുതാവും ഈ വാചകത്തെ, അതായത് വിശേഷണ വാചകത്തെ എന്ന് സാരം. എന്താണ് അങ്ങനെ ഒരു ഉപമ പറഞ്ഞതെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കാം. നിങ്ങൾ ചിന്തിക്കണം എന്തായിരിക്കും അതിന് കാരണം. അപ്പോൾ അതൊന്ന് ഞാൻ വിശദീകരിക്കാം. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു അഡ്ഡാമ എന്നൊരു പെൺകുട്ടിയുണ്ട്. അവളുടെ കൂട്ടുകാരുടെ കല്യാണമാണ്. അപ്പോൾ അതിനായി അന്നാവ പുതിയ തുണികളൊക്കെ എടുത്തു. അതൊക്കെ ധരിച്ച് അന്നാവ കല്യാണത്തിന് പോകുകയാണ്. അന്നാവ പള്ളിയിലേക്ക് എത്തിയപ്പോൾ കൂട്ടുകാരൊക്കെ കണ്ട് അവർ വിഷ് ചെയ്തു. അവർ നിങ്ങളോട് ചോദിച്ചു നോക്കിയിട്ട് അവിടെ എത്തി വെച്ചാൽ അന്നാവ വേറെ തുണി വേറെ എന്താ പഴഞ്ചൊല്ല് പോലെയായില്ല? ഇല്ലല്ലോ, അന്നാവയും തുണി ഒരുമിച്ചാണ്. അത് അന്നാവയുടെ മേത്ത് അട്ട ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന പോലെ തുണി അവളുടെ മേത്തുണ്ട് അല്ലേ? അപ്പം അന്നാവ നീങ്ങുന്നിടത്തൊക്കെ ഒപ്പം അന്നാവയുടെ തുണിയും നീങ്ങും. എന്ന് വെച്ചാൽ അന്നാവ ധരിച്ച ചുരിദാറാണ്. അപ്പോൾ അന്നാവയോടൊപ്പം തുണിയും നീങ്ങുന്നുണ്ട്. ഒരുമിച്ചാണ് നീങ്ങുന്നത് അല്ലേ? അന്നാവ കുറച്ച് അടുത്തോട്ട് നീങ്ങിയ അന്നാവയുടെ പല ഡ്രസ്സും അത്ര തന്നെ അടുത്തോട്ട് നീങ്ങും, വലത്തോട്ട് നീങ്ങും. ഒരുമിച്ച് നീങ്ങുമെന്നർത്ഥം അല്ലേ? കാരണം അത് ഒന്നായിട്ടിരിക്കുകയാണ് എന്നർത്ഥം. അതേ അവരങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കുമ്പോൾ അതാ വധു കടന്നു വരുന്നു. വധു ധരിച്ചത് വളരെ ലോഹ പോലത്തെ ഒരു ഡ്രസ്സാണ്. അതിൻ്റെ അടിഭാഗം ഒരു ഏകദേശം 5 അടികളും പുറകിലേക്ക് ഇങ്ങനെ ഒരു നിലത്ത് കിടന്ന് ഇഴഞ്ഞ് പിന്നാലെ വരികയാണ്. രണ്ട് പേര് അത് പിടിച്ചിട്ടുള്ളൂ, കാരണം ചെളിയാവാതിരിക്കാനായിട്ട്. അപ്പോൾ അന്നാവയുടെ കൂട്ടുകാരി വധുവിൻ്റെ ഡ്രസ്സ് വളരെ പിന്നിലേക്കുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ വാചകം കണക്ക് എന്ന് വെച്ചാൽ അന്നാവയുടെ കൂട്ടുകാരിയായി വധു നീങ്ങുന്നിടത്തൊക്കെ ആ ഡ്രസ്സ് ഒപ്പം നീങ്ങുന്നു എന്നർത്ഥം. കാരണം ആ ഡ്രസ്സും ഇതേപോലെ തന്നെ അട്ടയെപ്പോലെ അന്നാവയുടെ കൂട്ടുകാരി വധുവിൻ്റെ മേൽ ഒട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു വ്യക്തിയെ നൗൺ, അതായത് അന്നാവയെ ഒരു നൗണാക്കി എടുക്കുക, ഡ്രസ്സിനെ ആ വിശേഷണ വാചകമാക്കി എടുക്കുക. എന്താ വെച്ചാൽ ഒരുമിച്ച് നിൽക്കോ, വെവ്വേറെ ആകാൻ പാടില്ല എന്നാണ് അർത്ഥം. അത് ഏതൊരു വാചകത്തിൽ ഇത്തരം ഒരു നൗൺ ഫ്രേസ് എന്ന് വെച്ചാൽ നൗണും ഒരു വിശേഷണ വാചകം ചേർന്നുണ്ടാകുന്ന ഒരു വാക്യഭാഗം ആയ നൗൺ ഫ്രേസ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഒരുമിച്ച് നിൽക്കണം എപ്പോഴും. അതിലെ വാക്കുകൾ മാറിപ്പോകാൻ പാടില്ല. അപ്പോൾ ദ ഓട്ടോബയോഗ്രാഫി ദാറ്റ് കമലാദാസ് റോട്ട് ഇൻ ഇംഗ്ലീഷ്, അതായത് ഇംഗ്ലീഷിൽ കമലാദാസ് എഴുതിയതായ ഓട്ടോഗ്രാഫി എന്നുള്ളത് ഏതെങ്കിലും വാചകത്തിൽ ഉപയോഗിക്കുന്ന പക്ഷം അത് ഒരുമിച്ച് നിൽക്കാവൂ. അതിലെ വാക്കുകൾ അത് റോട്ട് ഒരു ഭാഗത്ത്, ഇംഗ്ലീഷ് വേറൊരു ഭാഗത്തൊന്നുമില്ല, പോകാൻ പാടില്ല, ഒരുമിച്ച് നിൽക്കാവൂ. നമുക്കന്ന് അങ്ങനെ ഒരു വാചകം നമുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും.
അങ്ങനെയാകും. ഓക്കെ, നമുക്ക് ഈ ബോർഡിൽ എഴുതിയിട്ടുള്ള വാചകങ്ങൾ ഒന്ന് ഇംഗ്ലീഷിലേക്ക് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾ മനസ്സിൽ ചെയ്യുക. ആദ്യം നിങ്ങൾ മനസ്സിൽ രണ്ടാമത്തത് ചെയ്യുക. ആത്മകഥ പ്രസിദ്ധിയുള്ളതാകുന്നു ട്രാൻസ്ലേറ്റ് ചെയ്യുക. കാരണം നമ്മളത് ഏത് ടൈപ്പ് വാചകമാണെന്ന് പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ഏത് ടൈപ്പ് വാചകമാണ്? 4th ടൈപ്പ് അല്ലേ? ഏതാണ് 4th ടൈപ്പ്? ഞാൻ പറ്റിയിട്ട് 2 പേരിൽ പൊക്കി. അത് പണ്ടൊരു കഥ പറഞ്ഞോണ്ടായി. അതായത് പഞ്ചപാണ്ഡവന്മാര് കട്ടിലും കാല് പോലെ 3 പേരാ എന്ത് പറഞ്ഞിട്ട് ഒരു വിരല് പൊക്കിയ പോലത്തെ ഒരവസ്ഥയില് അത് അറിയാതെ തെറ്റിപ്പോയതാണ്. ഇത് നമ്മൾ 4ാമത്തെ ടൈപ്പാണ്. ഏതാണ് 4ാമത്തെ ടൈപ്പ് വാചകമാണ് ഇത്. നമുക്ക് അത് മനസ്സിലാക്കിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അതുപോലെ 1ാമത്തെ അത് കഴിഞ്ഞാൽ നിങ്ങൾ 1ാമത്തെ വാചകം ട്രാൻസ്ലേറ്റ് ചെയ്യണം. കമലദാസ് ഇംഗ്ലീഷിൽ എഴുതിയതായ ആത്മകഥ പ്രസിദ്ധമുള്ളതാകുന്നു. അതും നിങ്ങൾ മനസ്സിൽ എന്ത് ചെയ്യുക? ട്രാൻസ്ലേറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഞാൻ അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അത് 100% ശരിയാവുകയാണെങ്കിൽ വെൽ ഡൺ, നിങ്ങൾ പഠിച്ചു. നിങ്ങൾക്ക് തന്നെ അത് ഉറപ്പിക്കുക. ഒരു ആത്മവിശ്വാസത്തിന് അത് വഴിവെക്കും. ഓക്കെ, നമുക്കൊന്ന് അങ്ങനെ നോക്കാം. ആത്മകഥ പ്രസിദ്ധിയുള്ളതാകുന്നു എന്ന വാചകം നമുക്ക് ആദ്യം ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇതറിയാത്തവരാരും ഉണ്ടാവില്ല. കാരണം ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള 4th ടൈപ്പ് വാചകമാണത് അല്ലേ? ആത്മകഥ എന്ന് പറഞ്ഞ നൗഡാണ്, നമുക്കറിയാം അല്ലേ? ആ പ്രസിദ്ധിയുള്ളതാകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന് 3 ഭാഗമുണ്ട് അല്ലേ? ഇതിന് 3 ഭാഗമുണ്ട്. അത് ഏതൊക്കെയാ? ആത്മകഥ എന്നുള്ളൊരു ഭാഗം, പിന്നെ ആകുന്നു എന്നുള്ളൊരു ഭാഗം. ആദ്യം നമുക്ക് 2ാമത്തെ വാചകം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. ഈ 2ാമത്തെ വാചകം വളരെ ലളിതമായ ഒരു വാചകമാണ്. അത് 4th ടൈപ്പിൽപ്പെട്ട വാചകമാണെന്ന് നിങ്ങൾക്കറിയാം. അതിൽ അവസാനത്തെ വരുന്ന ക്രിയ ആകുന്നു എന്നാണ് അവസാനിക്കുന്നത് അല്ലേ? ആകുന്നു എന്നതിൽ അവസാനിക്കുമ്പോൾ അതിൽ ക്രിയ എന്താണ്? ആകുന്നു. അത് ബി എന്നതിന് തുല്യമായ ക്രിയയാണ് അല്ലേ? ഏതിന് തുല്യമാണ്? ബി എന്നുള്ളത്. ബി എന്ന ക്രിയ രൂപം വരുന്ന വാചകങ്ങൾ 4th ടൈപ്പിൽപ്പെട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിൻ്റെ ഘടന അറിയാം അല്ലേ? അത് വിശദീകരണ വാചകങ്ങളാണ് എന്ന കാര്യം നമുക്ക് അറിയാം. അപ്പൊ നമുക്ക് ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം അല്ലേ? ഇതില് ഈ വാചകം 4th ടൈപ്പാണെന്നറിയാം നമുക്ക് അല്ലേ? കാരണം ഇത് ആത്മകഥ നൗണാണ്. പ്രസിദ്ധിയുള്ളതാകുന്നു എന്നുള്ള വിശദീകരണമാണ് അല്ലേ? പ്രസിദ്ധിയുള്ളതാകുന്നു ഒരു വിശദീകരണമാണല്ലോ അത്. ആത്മകഥ എന്ന് വെച്ചാൽ നൗണാണെന്ന് അറിയാം നമുക്ക് അല്ലേ? അപ്പോ ഇതിൽ ശരിക്കും നോക്കുകയാണെങ്കിൽ വിഷയം ഏതാണ്? ആത്മകഥ. കാരണം എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ആത്മകഥയെക്കുറിച്ച് അല്ലേ? എന്താ പറയുന്നത്? പ്രസിദ്ധിയുള്ളതാകുന്നു. അപ്പൊ ആത്മകഥ എങ്ങനെയുള്ളതാകുന്നു വിശദീകരിക്കുന്ന ഭാഗമാണ് ഇത് അല്ലേ? അപ്പോൾ അതിന് 3 ഭാഗമുണ്ട്. വിഷയം എന്താണ്? വിഷയം ആത്മകഥ അല്ലേ? വിഷയം ആത്മകഥ എന്നുള്ളതാണ്. പ്രസിദ്ധിയുള്ളതാകുന്നു എന്നാണ് വിശദീകരണം അല്ലേ? പ്രസിദ്ധിയുള്ളതാകുന്നു എന്നുള്ളതാണ് വിശദീകരണം. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ 3 ഭാഗമുണ്ട്. വെർബ് ഏതാകുന്നു അല്ലേ? വെർബാകുന്നു. ബാക്കിയുള്ള വിശദീകരണം എങ്ങനെയുള്ളതാണ്? പ്രസിദ്ധിയുള്ള എന്ന വിശദീകരണം അത് അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവായിട്ടുള്ള വിശദീകരണം അതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് പഠിച്ചിട്ടുണ്ട് എന്തിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് വിഷയം എന്താണ്? ആത്മകഥയാണ് വിഷയം. അതാണ് സബ്ജക്റ്റ് അല്ലേ?
എന്തെങ്ങനെയുള്ളതാകുന്നു? ആത്മകഥ പ്രസിദ്ധിയുള്ളതാകുന്നു അല്ലേ? എന്താണ് പ്രസിദ്ധിയുള്ളതാകുന്നത്? ആത്മകഥ. അതുകൊണ്ട് ആത്മകഥ എന്നുള്ളത് സബ്ജക്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതിനെ 3 ഭാഗമാക്കി തിരിക്കാം. സബ്ജക്റ്റ് 1, പിന്നെ ഇത് ഏതാണ് ക്രിയ? ആകുന്നു. അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ബി അല്ലേ? ഓക്കെ. പിന്നെന്താണ്? പ്രസിദ്ധിയുള്ള. എങ്ങനെയുള്ള? പോപ്പുലർ. എന്താണ്? പോപ്പുലർ. ഓക്കെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനൊന്ന് 3ആക്കി ഭാഗിക്കാം, എന്നിട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ദ ഓട്ടോബയോഗ്രഫി ഈസ് പോപ്പുലർ എന്നുള്ളതാണ് ഇതിൻ്റെ തർജ്ജമ. ശരിയായില്ലല്ലോ? നിങ്ങൾ ശരിയായിട്ടുണ്ടോ? അതായത് ഡബിൾ തബ്സ് അപ്പ്. വെരി ഗുഡ്. മറന്നുപോയിട്ടില്ല അല്ലേ? വെരി ഗുഡ്. അപ്പോൾ ഇത് എഴുതാൻ അറിയാമെങ്കിൽ മുകളിലത്തെ വാചകം എഴുതുന്നത് വളരെ എളുപ്പം. മനസ്സിലായി? എന്താ കാരണം? ഇതിൽ എന്താണ് പോപ്പുലർ? ഓട്ടോബയോഗ്രാഫി അല്ലേ? അതായത് വിഷയം എന്താണ്? ഓട്ടോബയോഗ്രഫിയാണ്. ആത്മകഥയാണ് വിഷയം. ഓട്ടോബയോഗ്രഫിയാണ് വിഷയം. അപ്പോൾ ഓട്ടോഗ്രാഫിനെ ആദ്യം എഴുതി, അത് സബ്ജക്റ്റ് കഴിഞ്ഞു. അടുത്തത് ബി ഈസ് എഴുതി. അതിനുശേഷം ഡബിള് പോപ്പുലർ. എങ്ങനെയുള്ളതാണ് എന്ന വിശദീകരണം. പ്രസിദ്ധിയുള്ള. അതിൻ്റെ ഇംഗ്ലീഷ് പോപ്പുലർ. അപ്പോൾ ബയോഗ്രഫി പ്രസിദ്ധിയുള്ളതാകുന്നു എന്ന് നമുക്ക് എഴുതാറിയുന്നതാണല്ലോ വാചകം. ഇനി നമ്മൾ ഇതിൻ്റെ തർജ്ജമയിലേക്ക് വരാൻ വിചാരിക്കുക. കമലദാസ് ഇംഗ്ലീഷ് എഴുതിയ ആത്മകഥ പ്രസിദ്ധിയുള്ളതാകുന്നു. ഇതിനും ഇതുപോലെ 3 ഭാഗമാക്കി തിരിക്കാം. അപ്പോൾ ആ സബ്ജക്റ്റ് കിട്ടാൻ എന്ത് ചോദ്യം നമ്മൾ ചോദിച്ചേ? എന്താണ് പോപ്പുലർ ആയിട്ടുള്ളത്? അപ്പോൾ ഉത്തരം നമുക്ക് കിട്ടി. സബ്ജക്റ്റ് വിഷയം കിട്ടി. എന്താണ് ആ വിഷയം? ഇതാണ്. എന്ത്? ആത്മകഥ അല്ലെങ്കിൽ ദി ഓട്ടോബയോഗ്രഫി. അങ്ങനെ ഈ ചോദ്യം ഇംഗ്ലീഷിലാക്കുമ്പോൾ നമുക്ക് ഇതുപോലെ 3 ഭാഗമാണെന്ന് അറിയുള്ളത്. ശരിക്ക് കമലദാസ് ഇംഗ്ലീഷ് എഴുതിയ ആത്മകഥ പ്രസിദ്ധിയുള്ളതാകുന്നു. എന്താണ് പ്രസിദ്ധിയുള്ളത് ആകുന്നത്? ഈ ചോദ്യത്തിൽ അങ്ങനെ ചോദിച്ചു നോക്കിയ എന്ത് പ്രസിദ്ധിയുള്ളതാകുന്നു ചോദിച്ചു നോക്കിയ എന്താ ഉത്തരം വരിക? ആത്മകഥ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. എന്താണ് പ്രസിദ്ധിയുള്ളത്? കമലദാസ് ഇംഗ്ലീഷിൽ എഴുതിയ ആത്മകഥ. ഇത്രയും ഭാഗമാണ് ഇതിലിട്ടിട്ടുള്ള. ഇതാണ് എന്ത്? നീല ബ്രാക്കറ്റിലിട്ട ആ ഭാഗം മുഴുവനാണ് ഇതിൻ്റെ ഉത്തരം. അതായത് വിഷയം ഏതാന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയും നിങ്ങൾ? കമലദാസ് ഇംഗ്ലീഷിൽ എഴുതിയ ആത്മകഥ ഇന്ന് മുഴുവൻ പറയണം, വേണ്ടേ? അപ്പോൾ ഇത് മുഴുവനാണ്. ഈ ബ്രാക്കറ്റിലത് മുഴുവനാണ്. എന്ത്? അതിൻ്റെ ഉത്തരം വിഷയം. അപ്പോൾ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ കമലദാസ് ഇംഗ്ലീഷിലെ ആത്മകഥ ഇന്ന് മുഴുവനാണ്. അപ്പോൾ ഈ ആത്മകഥ എന്ന നൗണും അതിൻ്റെ വലിയ വിശേഷണവും അടങ്ങിയ ഭാഗം എന്ന് വെച്ചാൽ നമ്മൾ അന്നാമയും ഡ്രസ്സും പോലെ ഈ ആത്മകഥയും ഇതിൻ്റെ വിശേഷം ഒരുമിച്ച് നിൽക്കൂ എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ? അപ്പോൾ സബ്ജക്റ്റ് ആദ്യം എഴുതുക അല്ലേ? അത് കഴിഞ്ഞ് എന്ത് എഴുതണം? ആകുന്നു എന്നുള്ളത്. അപ്പോൾ പിന്നെന്ത് എഴുതണം? വിശദീകരണം. എങ്ങനെയുള്ള പോപ്പുലർ അല്ലേ? ഇതും ശരിക്കും പറഞ്ഞ് ഇതേപോലെ തന്നെയാണ്. ബയോഗ്രഫിക്ക് ഒരു വിശേഷണമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. വിശേഷണമുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അത് ഒരുമിച്ച് നിൽക്കണം എന്നല്ലേ? അപ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ ട്രാൻസ്ലേഷൻ? നിങ്ങൾ തന്നെ പറയൂ. ഒന്ന് മനസ്സിൽ ചിന്തിച്ച് മനസ്സിലെഴുതി വെച്ചിട്ടില്ലേ? ഞാൻ എഴുതാം. അപ്പോൾ നിങ്ങളത് ശരിയാണെന്ന് നോക്കുക. ഇത് എനിക്ക് ശരിയാക്കിയാൽ പിന്നെ നിങ്ങൾ തിരിഞ്ഞ് നോക്കണ്ട. നിങ്ങൾ മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് കമലദാസ് ഇംഗ്ലീഷിൽ എഴുതിയ ഓട്ടോഗ്രാഫി എന്ന സബ്ജക്റ്റ് എഴുതാം. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ? അപ്പോൾ ഓട്ടോഗ്രാഫി കഴിഞ്ഞിട്ട് അതിൻ്റെ വിശേഷണവാചകം വെക്കുക. ഇങ്ങനെ ദ ഓട്ടോബയോഗ്രഫി ദാറ്റ് കമലദാസ് റോട്ട് ഇൻ ഇംഗ്ലീഷ്. ഇപ്പോൾ സബ്ജക്റ്റായി. അത് കഴിഞ്ഞ് എന്ത് വയ്ക്കണം? സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ ബി എന്ന ക്രിയ വെക്കാൻ പാടുള്ളൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുമിച്ച് നിൽക്കണം എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായി.
ഇല്ലേ? ഞാൻ കുറെ വിശദീകരിച്ചു, ഇനി പറയേണ്ട കാര്യമില്ലല്ലോ. അത് കഴിഞ്ഞു. അപ്പോൾ ഇത്തരം എഴുതി കഴിഞ്ഞ സബ്ജക്റ്റ് കഴിഞ്ഞു. ദ ഓട്ടോബയോഗ്രാഫി ദാറ്റ് കമലാദാസ് റോട്ട് ഇൻ ഇംഗ്ലീഷ്, സബ്ജക്റ്റ് കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? പിന്നെ ബി ക്രിയ വെക്കണം അല്ലേ? നമ്മൾ മറ്റേല് കണ്ടതാണ് അല്ലേ? ബി ക്രിയ. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ വിശദീകരണം. എന്താന്നാ വിശദീകരിക്കണത്? പോപ്പുലർ. അപ്പൊ മലയാളത്തിലെ പോലെ തന്നെ നമ്മൾ ആ സബ്ജക്റ്റ് നീളുണ്ടെങ്കിൽ അതും കഴിഞ്ഞിട്ട് പിന്നെ മറ്റു ഭാഗങ്ങളിലേക്ക് എഴുതാൻ പാടും. അപ്പോൾ നമുക്ക് ഇത് എഴുതാൻ പഠിച്ചുല്ലോ. ശരി, ഇതല്ലേ നിങ്ങൾ എഴുതി? ശരിയല്ലേ? വെൽ ഡൺ. നിങ്ങളുടെ ഉയരങ്ങൾ കീഴടക്കും. അത് ഇംഗ്ലീഷിന്റെ എവറസ്റ്റ് നിങ്ങൾക്ക് കീഴടക്കുമെന്ന് സാരം. ഓക്കെ, വെരി ഗുഡ്. എൻ്റെ കൂട്ടുകാരൻ വീട് പണിതു എന്ന വാചകം എടുക്കുക. അതിലെ ഓബ്ജക്റ്റാണ് വീട് എന്നുള്ളത്. അത് നൗണാണ്. അതിനെ വിശേഷിപ്പിക്കുന്ന തരത്തിൽ ആ വാചകത്തെ മാറ്റി പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ പറയുക? ഒന്ന് നോക്കിയേ, നിങ്ങൾ ശ്രമിച്ച് നോക്കിയേ. അതിനുശേഷം ഞാൻ പറയാം. അതായത് ഇങ്ങനെയായിരിക്കും അല്ലേ? എൻ്റെ കൂട്ടുകാരൻ പണിതതായ വീട് ആണല്ലോ. അത് ഇംഗ്ലീഷിലാക്കുമ്പോൾ എന്ത് വേണം? ഈ വീടെടുത്ത് മുൻപിൽ വെക്കുക അല്ലേ? ബാക്കി ഡാറ്റ വെച്ച് ചേർത്താൽ മതി. ഈ ബോർഡിലേക്ക് നോക്കുക. ഈ വാചകം എൻ്റെ കൂട്ടുകാരൻ വീട് പണിതെന്ന വാചകത്തിലെ ഓബ്ജക്റ്റ് ഏതാണ്? വീട് അല്ലേ? അത് നൗണാണ്. അത്രയും നമുക്ക് അറിയാവുന്നതാണ്. ആ നൗണിനെ, ആ ഒബ്ജക്റ്റായ നൗണിനെ വിശേഷണ തരത്തിൽ വിശേഷണവാചകം എഴുതുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ആ വീട് എന്ന ഭാഗം മാറ്റിയിട്ട് അതിൽ നിന്ന് മാറ്റി ബാക്കി ഭാഗത്തിൻ്റെ കൂടെ ആയ എന്ന് ചേർത്തതിന് ശേഷം അത്രയും ഭാഗം ആയ ഉൾപ്പെടുന്ന വാചകം ഈ വീടിൻ്റെ മുൻപിൽ വെച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യില്ല, എഴുതി കഴിഞ്ഞാൽ അത് വീടിനെ വിശേഷിക്കുന്ന തരത്തിൽ ഉള്ള ഒരു വാചകമായി മാറി എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതേപോലെ ഈ ഹൗസിനെ വിശേഷണ തരത്തിൽ ഇംഗ്ലീഷ് എങ്ങനെ എഴുതുക? മൈ ഫ്രണ്ട് ബിൽറ്റ് ലാസ്റ്റ് ഇയർ. ഈ ലാസ്റ്റ് ഇയർ എന്നുള്ളത് നമ്മൾ കളഞ്ഞു കൂട്ടാം എളുപ്പത്തിന് വേണ്ടിയിട്ട്. ചില കാര്യങ്ങൾ മനസ്സിലാവാനാണ് അങ്ങനെ കളഞ്ഞത്. മൈ ഫ്രണ്ട് ബിൽറ്റ് ഹൗസ്. എൻ്റെ കൂട്ടുകാരൻ വീട് പണിതു. അത് മുകളിൽ എഴുതിയതിൻ്റെ തർജ്ജമയാണ്. അത് നിങ്ങൾക്കറിയാം. ഈ ഹൗസിനെ വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അഡ്ജക്റ്റീവ് ക്ലോസ് ആയിട്ട് എങ്ങനെയാണ് ആ വാചകത്തെ മാറ്റുക? അപ്പോൾ നമ്മൾ ഈ ഹൗസ് എന്നുള്ളത് മാറ്റുക. അപ്പോൾ ബാക്കി മൈ ഫ്രണ്ട് ബിൽറ്റ് എന്ന് കിട്ടും. അതിൻ്റെ മുമ്പിൽ ദാറ്റ് ചേർത്ത് അതിൻ്റെ ബാക്കിൽ വയ്ക്കുക. അങ്ങനെ നമ്മൾ പഠിച്ചു. അപ്പം എന്താ ഈ ഹൗസ് ദാറ്റ് മൈ ഫ്രണ്ട് ബിൽറ്റ് നിങ്ങൾക്കറിയാം അല്ലേ? അങ്ങനെ വരുമ്പോൾ ആ ഫ്രേസ് നൗൺ ഫ്രേസിന് തുല്യമാവും എന്നും പഠിച്ചു അല്ലേ? അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പണിത വീട് മനോഹരമാണ് എന്നൊരു വാചകം എഴുതണമെന്ന് വിചാരിക്കുക. എങ്ങനെയായിരിക്കും നിങ്ങൾ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക? നിങ്ങളിപ്പോൾ സ്വയം ട്രാൻസ്ലേറ്റ് ചെയ്യുക, ഞാനിപ്പോൾ പിന്നാലെ ഞാനും ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഒത്തു നോക്കുക. ഓക്കെ, നിങ്ങൾ ബോർഡിലേക്കൊന്ന് നോക്കുക. അവിടെ ഒരു വാചകം ഞാൻ എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഇതുവരെ പഠിച്ചു കിട്ടിയ അറിവ് വെച്ച് നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളൊന്ന് സ്വയം എന്നും മനസ്സിൽ ഒന്ന് പറഞ്ഞു നോക്കുക. അതിന് ശേഷം ഞാൻ എഴുതുന്നതുമായിട്ട് കമ്പയർ ചെയ്യുക. അങ്ങനെ ഒരുമിച്ച് നമുക്ക് എൻ്റെ ഒപ്പം കൂടെ പോരുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ നിലവാരം ഒന്ന് ഉയർത്താം. നോക്കുക. എൻ്റെ കൂട്ടുകാരൻ പണിതതായ വീട് മനോഹരമാണ്. ഇപ്പോൾ ഇതിന് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇതിൽ ടൈപ്പ് വാചകമാണ് നമുക്കൊരു ഐഡിയ കിട്ടണം അല്ലേ? മനോഹരമാണ് എന്ന് പറയുമ്പോൾ ആകുന്നു അല്ലെങ്കിൽ ആണ് എന്നുള്ളതാണ്. ബി ക്രിയ ആയിട്ട് വരുന്ന, ബിയുടെ ഒരു ഫോം ക്രിയ ആയിട്ട് വരുന്ന വാചകമാണ് എന്ന് നമുക്ക് മനസ്സിലായി. ബിയുടെ ഏത് രൂപം വരെ? ഈസാണ് വരിക. ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആണ്. അപ്പോൾ വിശദീകരണ വാചകമാണ് അത് അല്ലേ? എങ്ങനെയാ മനോഹരമാണ് എന്ന വിശദീകരിക്കും. മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ മനോഹരമായതാണെന്നാണ് വിശദീകരിക്കുന്നത്. അപ്പോൾ അത് മനോഹരമായ വെച്ചാൽ ബ്യൂട്ടിഫുൾ, അതും നമുക്കറിയാം അല്ലേ? എന്താണ് ഇതിലെ വാചകത്തിലെ വിശദീകരണം? മനോഹരമായിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ വെർബ് ഈസ് ഉണ്ട്. പിന്നെ വിശദീകരണമായിട്ടുള്ള അഡ്ജക്റ്റീവ്
ബ്യൂട്ടിഫുള്ളും. അത് രണ്ട് ഭാഗമാണ്, മനോഹരമായിട്ടുള്ളതാണ്. ഇതിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? വീടിനെ കുറിച്ച് അല്ലേ? അപ്പൊ എന്താണ് വിഷയം എന്നുള്ളത് ആണ് എന്തായിട്ട് വരിക? എപ്പോഴും സബ്ജക്റ്റ് ആയിട്ട് വരിക. നമുക്കറിയാം എന്തിനെ പറ്റിയാണ് പറഞ്ഞത്, അല്ലെ ഏത് നൗണിനെ കുറിച്ചാണ് പറയണത്, അതിൽ ഏത് നൗൺ ഫ്രേസിനെ കുറിച്ച് പറഞ്ഞത്, അതാണ് എന്തായിട്ട് വരിക? വിഷയമായിട്ട് വരിക, അഥവാ സബ്ജക്റ്റ് ആയിട്ട് വരിക. അപ്പൊ ഇതിൽ സബ്ജക്റ്റ് ആയ ചോദ്യം എന്തിനെ കുറിച്ച് വിശദീകരിക്കുന്നത്? വെറും വീടല്ല, ഇതിനെ കുറിച്ച് എൻ്റെ കൂട്ടുകാരൻ പണിതതായ വീട്. അപ്പോൾ ഇതിൽ ഏതിനെ വിഷയം ചോദിച്ചെന്നത് പറഞ്ഞു, എന്താണ് ഏതിനെ കുറിച്ചാണ് പറയണമെന്ന് വെച്ചാൽ എന്തായിരിക്കും നമ്മുടെ ഉത്തരം? എൻ്റെ കൂട്ടുകാരൻ പണിതതായ വീട് എന്നതാണ് അതിൻ്റെ വിഷയം. അപ്പൊ സബ്ജക്റ്റ് ഏതാ? ഇത്രയും ഭാഗം, എൻ്റെ തൊട്ട് വീട് വരെയുള്ള ആ നീല ബ്രാക്കറ്റിലുള്ള ഭാഗം മുഴുവനാണ് എന്ത് വിഷയം. ഏതാണ് ചോദിച്ചാൽ ഉത്തരം വരിക. എന്തിനെ കുറിച്ച് ആണ് പറയുന്നതെന്ന് ചോദിച്ചാൽ വരിക. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരൻ പണിതായ വീട് എന്നുള്ളതാണ് എന്ത് നമ്മുടെ സബ്ജക്റ്റായിട്ട് വരുന്നത്, ഈ നൗണും അതിൻ്റെ വിശേഷണവും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു നൗൺ ഫ്രേസ്, നൗണും അതിൻ്റെ വിശേഷണം ഉൾപ്പെടെയുള്ള നൗൺ ഫ്രേസാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതെങ്ങനെ നിൽക്കാൻ പാടുള്ളൂ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒരുമിച്ചേ നിൽക്കാവൂ, അല്ലേ? നമ്മളിപ്പോൾ മനസ്സിലാക്കി. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പണിതായ വീടിന് തർജ്ജമ ഒരുമിച്ച്, അതാണ് സബ്ജക്റ്റ്. ടൈപ്പ് 4 എങ്ങനെ ഉപയോഗിക്കുക? നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം സബ്ജക്റ്റ് എഴുതുക, അത് കഴിഞ്ഞാൽ ബിയുടെ രൂപം എഴുതുക, അതായത് ഈസ് എഴുതുക. അത് കഴിഞ്ഞ് വിശദീകരമായി അഡ്ജക്റ്റീവോ ഏതാണെന്ന് വെച്ചാൽ അത് എഴുതുക. ഇവിടെ അഡ്ജക്റ്റീവാണ് കാരണം അഡ്ജക്റ്റീവ് എഴുതുക. അപ്പം എന്തായിരിക്കും? അപ്പോൾ ഇതിന് 3 ഭാഗമുണ്ട്. സബ്ജക്റ്റ് ആയിട്ട് വരുന്ന കാരണം ബിയുടെ ഫോം, പിന്നെ വിശദീകരമായ ഭാഗം. അപ്പോൾ അത് ഫസ്റ്റ് സബ്ജക്റ്റ് അല്ല എഴുതുക. ആ സബ്ജക്റ്റ് എന്താ എഴുതുക? ഇതിൻ്റെ തർജ്ജമ, അല്ലേ? വീടും അതിൻ്റെ വിശേഷണം. വീട് വിശേഷണം ഈ മുമ്പിലെ ഇതിൻ്റെ വാചകമായി വീടിൻ്റെ എവിടെ ഒരു ബാക്കിലേ വരിക, അത് നമുക്കറിയാം, അല്ലേ? എന്തായിരിക്കും ഇതിൻ്റെ വിശേഷണം വരിക? ഹൗസ്. പിന്നെ ഏതാ വരിക? ഈ ഇതിൻ്റെ മുമ്പിൽ ദാറ്റ് വെച്ച്, അല്ലേ? ഹൗസ് ദാറ്റ് മൈ ഫ്രണ്ട് ബിൽറ്റ്. ദ ഹൗസ് ദാറ്റ് മൈ ഫ്രണ്ട് ബിൽറ്റ്, അതാണ് ഇതിൻ്റെ തർജ്ജമ. അപ്പോൾ അത് മുഴുവൻ കഴിഞ്ഞു. അത് ഒരുമിച്ച് നിൽക്കണം എന്നുള്ള കാര്യം മനസ്സിലായല്ലോ, ആ സബ്ജക്റ്റായ കാരണം. അതിന് ശേഷമാണ് എന്ത് വയ്ക്കേണ്ടത്? സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് വയ്ക്കുക? ആണ് ബിയുടെ ഫോം വയ്ക്കുക. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് എന്ത് വയ്ക്കുക? ഇതിൻ്റെ വിശദീകരണമായ അഡ്ജക്റ്റീവ് വയ്ക്കുക, അത് ബ്യൂട്ടിഫുൾ വയ്ക്കുക. അപ്പോൾ ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് കിട്ടിയില്ലോ എങ്കിലും ഇത് ഒന്ന് ദൃഢപ്പെടുത്താൻ, നിങ്ങൾക്കൊന്ന് ഉറപ്പാക്കാനായിട്ട് ഞാൻ അതിൽ ബോർഡിൽ എഴുതിയിടാം. ഓക്കെ? അപ്പോൾ ആ ട്രാൻസ്ലേഷൻ ഇതാണ്: ദ ഹൗസ് ദാറ്റ് മൈ ഫ്രണ്ട് ബിൽറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. ഇത് ഇവിടെ നിന്നിട്ട് ഇവിടം വരെ സബ്ജക്റ്റാണ്. അതായത് ഈ നൗണും അതിൻ്റെ വിശേഷണമായ വാചകം ഉൾപ്പെടെയുള്ള ഭാഗം സബ്ജക്റ്റാണ്. ഒരുമിച്ച് നിൽക്കാൻ പാടുള്ളൂ മുമ്പ് പറഞ്ഞില്ലേ? അത് ഇതിന് വേണ്ടിയിട്ടാണ്. അത് വേറെ സ്ഥലത്ത് പോവാതിരിക്കാൻ. ഇതൊറ്റ ബ്ലോക്കായ കാരണം ഒരുമിച്ച് ഒരു നൗണിനെ പോലെ ആകാൻ അത് ഒരുമിച്ച് നിൽക്കാൻ പാടൂ. അത് കഴിഞ്ഞിട്ട് ഈസ്, അത് കഴിഞ്ഞിട്ട് അഡ്ജക്റ്റീവ്. അപ്പോൾ ആ ക്രമമായില്ലോ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ചിലവർ എന്നോട് വിദ്യാർത്ഥികൾ ചിലപ്പോൾ ചോദിക്കുന്നുണ്ട്, മാഷ് എന്താ ഈ ബിൽറ്റ് കഴിഞ്ഞിട്ട് ഈസ് വന്ന് വെക്കണമെന്ന്. ഈസ് ബിൽറ്റിനെ കണ്ടിട്ടുണ്ട്, ബിൽറ്റ് കഴിഞ്ഞിട്ട് ഈസ് എന്താ വരുന്നത്? എന്ത് ക്രിയ അങ്ങോട്ട് തിരിച്ചൊക്കെ വരുന്നത്? അത് കാരണം എന്താണ്? ഇത് വേറൊരു ബ്ലോക്കാ. അത് കഴിഞ്ഞിട്ടാണ് യഥാർത്ഥ വാചകത്തിൻ്റെ യഥാർത്ഥ ക്രിയ വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു വാചകമുണ്ട്, ആ വാചകത്തിലെ ഒരു സബ്ജക്റ്റിൻ്റെ ഉള്ളിലൊരു വേറെ വാചകമുണ്ട്, ഇല്ലേ? അപ്പോൾ ഇത് ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. 2 വാചകം ആക്ച്വലി അതിലുണ്ട്. അതൊരു കോംപ്ലക്സ് സെൻറ്റൻസിന് ഉദാഹരണമാണ്. ഇപ്പം നമ്മളിതിൽ ഈ ഹൗസ് എന്നുള്ളത് എന്തായിരുന്നു? ഈ ഹൗസ് എന്നുള്ളത് എന്തായിരുന്നു? ഇതിലെ ഓബ്ജക്റ്റ് ആയിരുന്നു, അല്ലേ? ഓബ്ജക്റ്റ് ആയിട്ടുള്ള നൗണായിരുന്നു, അല്ലേ? ഈ ഓബ്ജക്റ്റ് ആയിട്ടുള്ള നൗണായിരുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ വീട് പണിതു. ഈ ഓബ്ജക്റ്റ് ആയിട്ടുള്ള നൗണിനെ വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള വാചകമാണ് നമ്മൾ എഴുതിയത്. അത് കൂടാതെ വേണമെങ്കിൽ ഈ വാചകത്തിലെ വേറെ ഏതാ നൗണുള്ളതിൽ ഈ സബ്ജക്റ്റും എന്താണ് വേണമെങ്കിൽ, ഈ സബ്ജക്റ്റും വേണമെങ്കിൽ ഒരു നൗണാണ്, അല്ലെ? മൈ ഫ്രണ്ട് നൗൺ ഫ്രേസ് ആണ്. അതിനെ വിശേഷിപ്പിക്കുന്ന തരത്തിലും നമുക്ക് ഈ വാചകത്തെ മാറ്റി എഴുതാം.
അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മൾ ഏതൊരു വാചകം തന്നാലും അതിൽ ഓബ്ജക്റ്റായി ഒരു നാമം ഉണ്ടെങ്കിൽ അതിനെ വിശേഷം തരത്തിൽ ആ വാചകം മാറ്റി എഴുതാം. അത് സബ്ജക്റ്റിൽ ഒരു നാമം ഉണ്ടെങ്കിൽ അതിനെ വിശേഷം തരത്തിൽ മാറ്റി എഴുതാം. ക്രിയാവിശേഷണമുണ്ടെങ്കിൽ അതിലെ നാമമുണ്ടെങ്കിൽ അതിനെ വിശേഷം തരത്തിലും മാറ്റി എഴുതാം. നമുക്ക് സബ്ജക്റ്റായിട്ട് മൈ ഫ്രണ്ടിനെ വിശേഷം തരത്തിൽ ഈ വാചകത്തെ എങ്ങനെ മാറ്റി എഴുതാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൽ വീട് പണിതതായ എൻ്റെ കൂട്ടുകാരൻ എന്നാണ് എന്ന് വിചാരിക്കുക. അതായത് എൻ്റെ കൂട്ടുകാരനെ വിശേഷിപ്പിക്കുന്ന തരത്തിൽ ഈ വാചകത്തെ മാറ്റി വിചാരിക്കുക. എൻ്റെ കൂട്ടുകാരൻ വീട് പണിതു. അതിലിപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ഇതിനെയാണ് നമ്മൾ വിശേഷിപ്പിക്കേണ്ടത് എന്ന് വിചാരിക്കുക. അത് കാരണം അത് ഇതൊരു നൗൺ ഫ്രേസാണ്. അപ്പോൾ വീട് പണിതതായ എൻ്റെ കൂട്ടുകാരൻ, ഏതെങ്കിലും പ്രത്യേക കൂട്ടുകാരനാണ് കൂട്ടുകാരനെ കുറിച്ചാണ് പറഞ്ഞത്. ഏത് കൂട്ടുകാരനെ കുറിച്ച് ഞാൻ പറഞ്ഞത്? ഒരു കൂട്ടുകാരൻ, കുറേ കൂട്ടുകാരുണ്ട്, അതിലൊരു കൂട്ടുകാരനാണ് വീട് പണിതത്. ഞാൻ ആ കൂട്ടുകാരനെ കുറിച്ചാണ് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് എങ്കിൽ ഞാൻ പറയുന്നത് ഏത് കൂട്ടുകാരനെ കുറിച്ചാ? വീട് പണിതതായ കൂട്ടുകാരൻ. അപ്പൊ ആ കൂട്ടുകാരന്റെ വിശേഷണം എന്താ? എൻ്റെ കൂട്ടുകാരന്റെ വിശേഷണം എന്താ? വീട് പണിതതായ എൻ്റെ കൂട്ടുകാരൻ. അപ്പൊ ഈ വാചകത്തില് എൻ്റെ കൂട്ടുകാരൻ വീട് പണിതു എന്നതില് വീട് പണിതതായ എൻ്റെ കൂട്ടുകാരനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇത്രയും ഭാഗം എടുക്കുക. വീട് പണിതു പ്ലസ് അതിൻ്റെ കൂടെ ആയ ചേർക്കുക. അല്ല, ഈ ഭാഗം വിട്ടുകളയുക. എന്നിട്ട് ഇതിൻ്റെ മുൻപിൽ കൊണ്ടുവയ്ക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ രീതി, അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ച ടെക്നിക്ക് എന്താണ്? അതായത് ഇതിലെ ഈ ഭാഗത്ത് എൻ്റെ കൂട്ടുകാരനെയാണ് വിശേഷിപ്പിക്കേണ്ടതെങ്കിൽ അത് നീക്കം ചെയ്യുക. ബാക്കി ഭാഗം എടുക്കുക, അതിൻ്റെ കൂടെ ആയ ചേർച്ചതിന് ശേഷം ആ കിട്ടുന്ന ആ സാധനം എന്ത് ചെയ്യുക? എൻ്റെ കൂട്ടുകാരൻ എന്തേലും മുമ്പിൽ കൊണ്ടുവച്ചാൽ മലയാളത്തിലെ തർജ്ജമയായി. എന്ന് വെച്ചാൽ വീട് പണിതു പ്ലസ് ആയ എന്ന് ചേർക്കുക. അപ്പോൾ വീട് പണിതതായ, അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരൻ മുമ്പിൽ വെച്ചാൽ എന്തായിരിക്കും ഫലം? വീട് പണിതതായ എൻ്റെ കൂട്ടുകാരനായല്ലോ. അതേപോലെ അപ്പോൾ ഇതിനെങ്ങനെ അതുപോലെ ആക്കാം? മൈ ഫ്രണ്ട് ന്റെ വിശേഷണമാക്കി മാറ്റണം ആ വാചകത്തിലെ ബാക്കി ഭാഗത്തെ. എങ്കിൽ നമ്മൾ എന്താണ് സൂത്രം? ഇത് ഒഴിവാക്കുക. ബാക്കി എന്താ കിട്ടുക? ബിൽറ്റ് ഹൗസ്. ബിൽറ്റ് ഹൗസ്, അതിൻ്റെ മുൻപിൽ ദാറ്റ് വയ്ക്കുക. അപ്പൊ എന്താ വരിക? ദാറ്റ് ബിൽറ്റ് ഹൗസ്, വീട് പണിതതായ. ആ വിശേഷണം എവിടെ വയ്ക്കുക? മൈ ഫ്രണ്ട് എന്ന നൗൺ അല്ലെങ്കിൽ നൗൺ ഫ്രേസിന്റെ എവിടെ വയ്ക്കണം? അതിന് ശേഷം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ദാറ്റ് കഴിഞ്ഞിട്ട് വരുന്ന വാചകമായിട്ടുള്ള വിശേഷണം എവിടെ വെക്കണം? ദാറ്റ് ഉൾപ്പെടെയുള്ള ഭാഗം ആ നൗണിന് അല്ലെങ്കിൽ നൗൺ ഫ്രേസിന് ശേഷം അല്ലെങ്കിൽ പിന്നിൽ വെക്കണം. അപ്പോൾ വീട് പണിതതായ ഇതെന്ത്? എൻ്റെ കൂട്ടുകാരൻ എന്നുള്ള തർജ്ജമ എന്തായിരിക്കും? നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഇത് മായ്ക്കുക, അല്ല, ഇത് അതിൽ നിന്ന് കളയുക. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ അവിടെ ബാക്കി ബിൽറ്റ് ഹൗസ് എന്ന് വരിക. അതിന്റെ മുമ്പിൽ എന്ത് വെക്കുക? ദാറ്റ് വെക്കുക, അല്ലേ? അപ്പൊ ഇതെന്തായി? വീട് പണിതതായ. എന്താണ്? വീട് പണിതതായ എന്നുള്ളതിന്റെ തർജ്ജമയാണ് അത് കാണുന്നത്. ദാറ്റ് ബിൽറ്റ് ഹൗസ്. അപ്പൊ ഇതിൽ സബ്ജക്റ്റ് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കണം, അല്ലേ? സബ്ജക്റ്റ് ആണ് നമ്മൾ അതിൽ നിന്ന് മാറ്റിക്കളഞ്ഞത്. കാരണം അതിനെയാണ് വിശേഷിപ്പിക്കുന്നത്. എന്ത് ചെയ്യണം? എന്നിട്ട് ഇത് ഏതിൻ്റെ ബാക്കിൽ വെക്കണം? മൈ ഫ്രണ്ടിനെയല്ലേ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് മൈ ഫ്രണ്ടിന് ശേഷം വെക്കണം, അതിൻ്റെ പിന്നിൽ വെക്കണം. ഏതാണ്? മനസ്സിലായോ? അപ്പൊ എന്തായിരിക്കും വരിക? ദാന്നല്ല, ബൈ ഫ്രണ്ട്, എൻ്റെ കൂട്ടുകാരൻ, അല്ലേ? മൈ ഫ്രണ്ട്, മൈ ഫ്രണ്ടിന്റെ വിശേഷണമാണല്ലോ ബാക്കി ഭാഗം. അപ്പൊ മൈ ഫ്രണ്ട് ദാറ്റ് ബിൽറ്റ് ദ ഹൗസ്, വീട് പണിതതായ എൻ്റെ കൂട്ടുകാരൻ. ഈ ബ്ലോക്ക് ഇതൊരൊറ്റ ബ്ലോക്കായി കരുതണം. ഏതെങ്കിലും വാചകത്തിൽ വെക്കുമ്പോൾ
അതൊരൊറ്റ ബ്ലോക്കായിട്ട് അതിലെ വാക്കുകൾക്ക് പിന്നെ ചേഞ്ച് പാടില്ല. അപ്പം എങ്ങനെയായിരിക്കും ഇത് ഈ വാചകം ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം? സബ്ജക്റ്റ് മനസ്സിലായി. വീട് പണിതതായി എൻ്റെ കൂട്ടുകാരൻ ഗൾഫിലേക്ക് പോയി. അതിൽ വെർബ് അറിയാം, പോയി അല്ലേ? അപ്പോൾ വെർബ് കിട്ടി. അത് ആരാ പോയേ? അതൊരു വാക്കല്ല. വീട് പണിതതായ എൻ്റെ കൂട്ടുകാരൻ, അത് മുഴുവനാണ് ഉത്തരം. അപ്പോൾ സബ്ജക്റ്റ് ഏതാ? അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്ത ആളാരാ? ഈ വീട് പണിതായ എൻ്റെ കൂട്ടുകാരൻ. അപ്പം അതിൻ്റെ ഇംഗ്ലീഷ് ഏതാ? മൈ ഫ്രണ്ട് ദാറ്റ് ബിൽറ്റ് ഹൗസ് എന്ന് വെച്ചാൽ വീട് പണിതതായ എൻ്റെ കൂട്ടുകാരൻ. അപ്പോൾ അത്രയും വരും എന്ത്? സബ്ജക്റ്റ് അല്ലേ? അപ്പോൾ സബ്ജക്റ്റ് ആദ്യം വയ്ക്കും. പിന്നെ ഏത് വയ്ക്കണം? ക്രിയ. ഇതിൻ്റെ എന്താ? വെന്റ്. പിന്നെ നമ്മൾ ഇത് എവിടേക്ക് പോയി? അത് അഡ്വർബാണ്. ആ അവസാനം വയ്ക്കാന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ടു ഗൾഫ്. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്ലേഷൻ നിങ്ങൾ തന്നെ പറയും. എവിടെയാണ്? മൈ ഫ്രണ്ട് ദാറ്റ് ബിൽറ്റ് ഹൗസ്. ഇതിന് ആയില്ലേ? പിന്നെ ഇതിന് തർജ്ജമ അതിൻ്റെ മുകളിൽ എളുപ്പത്തിലായിട്ടും വെന്റ് പോയി. എങ്ങോട്ട് പോയി? ടു ദുബായ് അല്ല, ദുബായിലേക്ക്, ഗൾഫിലേക്ക് വന്ന് ഗൾഫ്. അപ്പോൾ എഴുതാം നമുക്ക് ടു ഗൾഫ്. ടു ഗൾഫ്. അപ്പോൾ ഇതിൻ്റെ തർജ്ജമ മുകളിലുണ്ട് കേട്ടോ. വീട് പണിതതായ എൻ്റെ കൂട്ടുകാരൻ ഗൾഫിലേക്ക് പോയതിന് മുകളിൽ മൈ ഫ്രണ്ട് ദാറ്റ് ബിൽറ്റ് ഹൗസ് വെൻ ടു. അത് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കൊരു മനസ്സിലായി, നമ്മൾ ഏതൊരു വാചകത്തിലെ ഏതൊരു നാമത്തെയും ആ വാചകത്തിലെ ബാക്കി ഭാഗം കൊണ്ട് വിശേഷിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ആ നാമം അതിൽ നിന്ന് മാറ്റുക, ബാക്കി ഭാഗത്തിൻ്റെ കൂടെ ദാറ്റ് വെച്ച് അതിൻ്റെ ബാക്കിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ എഴുതിയ കഴിഞ്ഞു പരിപാടി. ഓക്കെ, അതും മനസ്സിലായില്ലോ. അത് ഒരുവിധം കവർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന ഇതിൽ സബ്ജക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ? മൈ ഫ്രണ്ട് ദാറ്റ് ബിൽറ്റ് ഹൗസ് എന്നുള്ളത് സബ്ജക്റ്റാണ്. സബ്ജക്റ്റ് ആയിട്ടില്ല, അത് ഒബ്ജക്റ്റ് ആയിട്ടൊക്കെ വരാം. എന്തായാലും എപ്പോൾ ഒബ്ജക്റ്റ് ആയിട്ട് വന്നു, സബ്ജക്റ്റ് ആയിട്ട് വന്നു, ബാക്കി വേറെ എന്തെങ്കിലും ആയിട്ട് വന്നാലും ഇതൊരു ബ്ലോക്കായിട്ട് നിൽക്കൂ. ഒരു നാമവും അതിൻ്റെ വിശേഷണവും ഒരു ബ്ലോക്കായിട്ട് നിൽക്കൂ എന്ന കാര്യമാണ് മനസ്സിൽ ഉറപ്പിക്കേണ്ടത്. അപ്പോൾ ഇംഗ്ലീഷ് തെറ്റ് വരില്ല. ഓക്കെ, അത് കാണിച്ചുതരാം. ഇനി നമുക്ക് ഇങ്ങനെ ഇത്തരം ഒരു ഇത് നൗണും അതിൻ്റെ അഡ്ജക്റ്റീവ് ക്ലോസ് കൊണ്ട് വിശേഷിക്കപ്പെട്ട നൗൺ എങ്ങനെ ഒരു വാചകത്തിൽ ഓബ്ജക്റ്റ് ആയിട്ട് വരുന്ന ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഒരുവിധം ഇത് കവർ ചെയ്തു എന്ന് പറയാം. ദാറ്റിൻ്റെ പ്രയോഗം ഇത് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കുറേ എണ്ണത്തിൻ്റെ ഇതോടൊപ്പം അറിയാതെ തന്നെ പഠിച്ചു തീരും കേട്ടോ. ഓക്കെ, ഇത് നോക്കുക. ഞാൻ ആത്മകഥ വായിച്ചു എന്നൊരു വാചകം നിങ്ങളോട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ചട്ടപ്പെടേ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യും എന്ന് എനിക്കറിയാം. അതായത് ഇതിൽ 3 ഭാഗമാണുള്ളത് ഇതിൽ അല്ലേ? സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. വായിച്ചു വെർബ് ആരാ ചെയ്ത? ഞാൻ. അപ്പോൾ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് കിട്ടി അല്ല, സബ്ജക്റ്റും വെർബും കിട്ടി. പിന്നെ എന്താ വായിച്ച? ആത്മകഥ. അപ്പോൾ ഒബ്ജക്റ്റും കിട്ടി. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് നിങ്ങൾക്കറിയാം. ഇതിൽ ആത്മകഥയാണ് ഓബ്ജക്റ്റ്. എന്താ വായിച്ചേ അല്ലേ? അപ്പോൾ അത് ഒബ്ജക്റ്റാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ഒരു പ്രവൃത്തി വിധേയമായത് ഒബ്ജക്റ്റായെന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം ആത്മകഥ ഇതിൽ ഒബ്ജക്റ്റാണ്, പ്രവർത്തിച്ചത് ഞാൻ സബ്ജക്റ്റാണ്, വെർബ് അറിയാം. ഇംഗ്ലീഷ് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും അല്ലേ? ഇതൊക്കെ എന്തിനാണ് പറയണത് എന്ന് പോലും നിങ്ങൾ എന്നോട് ചോദിച്ചു പോവില്ലേ? ഇതൊക്കെ എനിക്ക് ബൈ ഹാർട്ടായിട്ടുള്ളതെന്ന്. എങ്കിലും ഞാൻ ഒന്ന് പറഞ്ഞത് മാത്രം. ഐ റെഡ് എന്ത്? ദി ഓട്ടോബയോഗ്രാഫി. അതാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ. അതന്നെയല്ലേ നിങ്ങൾ ട്രാൻസ്ലേഷൻ? ഓക്കെ, വെരി വെൽ. ഞാൻ അപ്പോൾ ഇതിൽ ഓബ്ജക്റ്റ് ഈ വായിച്ചതിനോട് ശേഷം എന്ത് എന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരമായി വരുന്ന ഭാഗമാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ?
ഇനി ഞാൻ മറ്റൊരു വാചകം എഴുതും, എന്നിട്ട് ചോദിക്കും നിങ്ങളോട് എന്താണ് ഓബ്ജക്റ്റ്. നിങ്ങൾ തെറ്റാതെ പറയണം കേട്ടോ. നോക്കുക, ബോർഡിലേക്ക് നോക്കുക. ഞാൻ കമലാദാസ് ഇംഗ്ലീഷിൽ എഴുതിയതായ ആത്മകഥ വായിച്ചു എന്നൊരു വാചകം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞു ധരിക്കുക. നിങ്ങൾ മുകളിൽ എഴുതിയ വാചകവുമായി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ വാചകത്തിന് 3 ഭാഗങ്ങളേ ഉള്ളൂ. ഏതാണ്? വായിച്ചു എന്നുള്ള വെർബ് അല്ലേ? അപ്പോൾ വെർബ് കിട്ടി. ആരാ വായിച്ച? ഞാൻ. സബ്ജക്റ്റ് കിട്ടി. എന്താ വായിച്ചേ? ആ ചോദ്യത്തിന് ഉത്തരം ഒരു നേരത്തെ പറഞ്ഞ പോലെ ആത്മകഥ എന്ന ഒരു വാക്കല്ല, മറിച്ച് കമലാദാസ് ഇംഗ്ലീഷിൽ എഴുതിയതായ ആത്മകഥ എന്ന ഒരു നൗൺ ഫ്രേസാണ്. അതായത് ആത്മകഥയും അതിൻ്റെ വിശേഷണം ഉൾപ്പെടെ പച്ച നിറത്തിലേത് മുഴുവൻ ചേർന്നാലാണ് ആ ചോദ്യത്തിന് ഉത്തരമായി വരിക. എന്ത് വായിച്ചു? കമലാദാസ് ഇംഗ്ലീഷിൽ എഴുതിയ ആത്മകഥ. അപ്പം അത് മുഴുവനാണ് എന്ത്? ഓബ്ജക്റ്റ്. അതായത് ആത്മകഥ എന്ന നൗണും അതിൻ്റെ വിശേഷണമായ അതിന് മുമ്പിൽ വരുന്ന വാചകം ഉൾപ്പെടെ ആണ് ആ ഓബ്ജക്റ്റ്. ഇത് എഴുതാൻ നിങ്ങൾക്ക് ഞാൻ എന്നുള്ളതിന് ഇംഗ്ലീഷ് അറിയാം, വായിച്ചു എന്നുള്ളതിന് ഇംഗ്ലീഷ് അറിയാം. ഇത് എങ്ങനെയാണ് എഴുതാമെന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം എന്തായിരിക്കും നിങ്ങളുടെ അതിൻ്റെ ട്രാൻസ്ലേഷൻ? ആദ്യം ഞാൻ പറയും അല്ലേ, ഐ സബ്ജക്റ്റ് പറഞ്ഞു. അത് കഴിഞ്ഞാൽ എന്ത് പറയണം? ഓബ്ജക്റ്റ്. വായിച്ചു. അപ്പം എന്താ? റെഡ്. എന്തായിരിക്കും ബാക്കി? കമലാദാസ് എഴുതിയതായ ആത്മകഥ. അപ്പോൾ ആത്മകഥയാണ് അതിലെ മെയിൻ നൗൺ. അതിൻ്റെ വിശേഷണം ബാക്കിലും വരും അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആത്മകഥ ആദ്യം പറയും, അതിന് ശേഷം അതിന് പിന്നാലെ ആ വാചകവും പറയും, ദാറ്റ് വെച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് എന്താ? കമലാദാസ് ഇംഗ്ലീഷ് എഴുതിയ ആത്മകഥ എന്നുള്ളത് ദി ഓട്ടോബയോഗ്രഫി ദാറ്റ് കമലാദാസ് റോട്ട് ഇൻ ഇംഗ്ലീഷ് അല്ലേ. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചതാ. അപ്പോൾ അത് ഇംഗ്ലീഷ് നിങ്ങൾക്ക് തന്നെ എഴുതിക്കൂടെ? ഓക്കെ. അപ്പോൾ ഓബ്ജക്റ്റായിട്ട് ഇങ്ങനെ ഒരു സാധനം എന്ന് വെച്ചാൽ നൗണും അതിൻ്റെ അഡ്ജക്റ്റീവ് ക്ലോസും ഉൾപ്പെടെ ഉള്ള ആ നൗൺ ഫ്രേസ് എങ്ങനെ ഓബ്ജക്റ്റായിട്ട് ഉപയോഗിക്കാമെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഞാനൊന്ന് എഴുതിയിട്ടങ്ങ് ചെയ്യാം, നിങ്ങൾ വെരിഫൈ ചെയ്യാൻ. ഓക്കെ, നോക്കുക. ഐ റെഡ് ദി ഓട്ടോബയോഗ്രഫി ദാറ്റ് കമലാദാസ് റോട്ട് ഇൻ ഇംഗ്ലീഷ് എന്നുള്ളതാണ് ഇതിൻ്റെ തർജ്ജമ. നിങ്ങളും ശരിയാക്കിയല്ലോ. വെരി വെൽ, വെൽ ഡൺ. ഇനി നമുക്ക് നോക്കുക, ഈ ദാറ്റ് ഉണ്ടല്ലോ, ദാറ്റിന് തുല്യമായിട്ട് വിച്ച്, ഹൂ, ഹും, വേർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിന് പകരമായിട്ട് ഈ ദാറ്റിന് പകരമായിട്ട് വിച്ച്, ഹൂ, ഹും, വേർ ഉപയോഗിക്കാം. പക്ഷെ അനുയോജ്യമായ തിരഞ്ഞെടുക്കണം എന്ന് മാത്രം. അപ്പോൾ ഇവിടെ വിച്ച്, ദാറ്റിന് അനുയോജ്യമായത് വിച്ചാണ്. ഇത് വേണമെങ്കിൽ ഇങ്ങനെയും മാറ്റി എഴുതാം. ഇവിടെ ഈ ദാറ്റിന് സ്ഥാനത്ത് വേണമെങ്കിൽ വിച്ച് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഈ ഇതേ അർത്ഥത്തിലെ വാചകം, അതായത് കമലാദാസ് ഇംഗ്ലീഷിൽ എഴുതിയതായ ആത്മകഥ വായിച്ചു എന്നുള്ളതിന് ഇത് മതി. ദ ഓട്ടോഗ്രാഫി വിച്ച് കമലാദാസ് റോട്ട് ഇൻ ഇംഗ്ലീഷ് എന്ന് എഴുതിയാലും മതി. ദാറ്റിന് പകരം വിച്ച് വെച്ച് ഉപയോഗിക്കാം. ഉടനെ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു സംശയം വരും, എന്തുകൊണ്ട് വിച്ച് ഉപയോഗിച്ചു, ഇതിൽ ഹൂവോ ഹുമ്മോ വേറോ സെലക്ട് ചെയ്തില്ല എന്നൊരു ചോദ്യം വരാം അല്ലേ. അതെന്താണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഏതാണ് കമലാദാസ് എഴുതിയത്? ഓട്ടോബയോഗ്രഫി അല്ലേ. കമൽദാസ് ഇംഗ്ലീഷിൽ ഏതാണ് ഉപയോഗിച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് എന്ത് വരിക? ഈ ഓട്ടോബയോഗ്രഫി എന്നുള്ളത് വരിക അല്ലേ. അപ്പോൾ ഇതിലെ നൗൺ ഏതാണ്? ഓട്ടോബയോഗ്രഫിയാണ്. ആ ഉത്തരം കിട്ടണമെങ്കിൽ ഏത് ചോദ്യം ചോദിച്ചാലേ കിട്ടോ? ഹൂ ചോദിച്ചാൽ കിട്ടില്ല, ഹും ചോദിച്ചാൽ കിട്ടില്ല, വേറെ ചോദിച്ചാൽ കിട്ടില്ല. ഏത് ചോദിച്ചാൽ ഏതാണ് കമലാദാസ് ഇംഗ്ലീഷിൽ എഴുതിയത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ കിട്ടുക? ഈ ഓട്ടോബയോഗ്രഫി എന്നുള്ളത് കിട്ടുള്ളൂ അല്ലേ. വിച്ച് വെച്ച് മാത്രം ചോദിച്ചാലാണ് ഇവിടെ ദ ഓട്ടോബയോഗ്രഫി എന്നുള്ള ഉത്തരം കിട്ടുള്ളൂ. ഏതാണ് കമലാദാസ് ഇംഗ്ലീഷിൽ എഴുതിയത്? ഓട്ടോബയോഗ്രഫി.
ആരാണ് അത് ചോദ്യം ഉദിക്കുന്നില്ല. വേറെ ഏത് ചോദ്യം വാക്ക് ഉപയോഗിച്ചാലും ഈ ഓട്ടോബയോഗ്രാഫിന് ഉത്തരം കിട്ടില്ല. കിട്ടണമെങ്കിൽ ഏതെന്നെ വെച്ച് ചോദിക്കണം? വിച്ച് വെച്ച് ചോദിക്കണം. അപ്പൊ അതുകൊണ്ട് വിച്ച് വെച്ചത്. പക്ഷെ ഇപ്പൊ ക്ലിയർ ആയില്ലെന്ന് എനിക്കറിയാം. ആ ക്ലിയർ ആവണമെങ്കിൽ നമ്മൾ ഒന്നുകൂടി വിശദമായിട്ട് അതിനെക്കുറിച്ച് ഒന്ന് പഠിക്കണം. എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് വിവരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പ്രയോഗിക്കാൻ നിങ്ങൾക്ക് കിട്ടും. ദാറ്റ് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് ദാറ്റിൻ്റെ ഇത് നിങ്ങൾ നല്ലവണ്ണം പറഞ്ഞതൊക്കെ ഒന്നും തൊട്ടും വീഡിയോ കണ്ട് അത് ഉറപ്പിച്ചാൽ ഇതൊക്കെ ഒറ്റ ക്ലാസ്സിന് ഇതെല്ലാം എടുത്ത് തീരാൻ പറ്റും. ദാറ്റിൻ്റെ 3-4 ക്ലാസ് എടുത്ത് നമ്മൾ അത് വേണ്ടി വരില്ല. ഓക്കെ, അപ്പോൾ ദാറ്റിൻ്റെ ഉറപ്പിക്കുക. ഇതിൻ്റെ ഞാൻ വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അത് വിശദീകരിച്ച് തരാം. അപ്പോൾ ക്ലിയർ ആവും. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞ കൺഫ്യൂഷൻ ആവുള്ളൂ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് അവയുടെ പഠനം അടുത്ത ക്ലാസ്സിലാവാം. നമുക്ക് അതുവരേക്ക് ഇവിടെ നന്ദി, നമസ്കാരം, ബൈ.